സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ റെക്കോർഡുകൾ മറികടന്ന് ഋഷഭ് പന്ത്. 637 ദിവസങ്ങൾക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരവ് നടത്തിയ പന്ത് അത്യുഗ്രൻ പ്രകടനമാണ് മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഇന്ത്യയ്ക്കായി രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വെടിക്കെട്ട് സെഞ്ചുറി നേടാൻ പന്തിന് സാധിച്ചു. മാത്രമല്ല, ഇതോടെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ സെഞ്ചുറി റെക്കോർഡിനൊപ്പം എത്തിച്ചേരാനും പന്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുള്ള വിക്കറ്റ് കീപ്പർ എന്ന നേട്ടത്തിലാണ് പന്ത് ധോണിക്കൊപ്പം സ്ഥാനം കണ്ടെത്തിയത്. തന്റെ ടെസ്റ്റ് കരിയറിൽ 90 മത്സരങ്ങളാണ് ഇന്ത്യയുടെ മുൻ നായകനായ മഹേന്ദ്ര സിംഗ് ധോണി കളിച്ചത്. ഈ മത്സരങ്ങളിൽ നിന്ന് 6 സെഞ്ചുറികളാണ് ധോണി ടെസ്റ്റിൽ നേടിയിട്ടുള്ളത്. എന്നാൽ കേവലം 34 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഈ റെക്കോർഡിനൊപ്പം എത്താൻ പന്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയ്ക്കായി 3 ടെസ്റ്റ് സെഞ്ചുറികൾ സ്വന്തമാക്കിയ വൃദ്ധിമാൻ സാഹയാണ് ഈ ലിസ്റ്റിലുള്ള മറ്റൊരു താരം. എന്തായാലും തന്റെ തിരിച്ചുവരവിൽ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് പന്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 67 റൺസ് സ്വന്തമാക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ഇതിനുശേഷം ഗില്ലിനൊപ്പം ചേർന്ന് 4ാം വിക്കറ്റിൽ ഒരു തട്ടുപൊളിപ്പൻ കൂട്ടുകെട്ടാണ് പന്ത് കെട്ടിപ്പടുത്തത്. ആദ്യ സമയത്ത് സംയമനത്തോടെ ബാറ്റ് ചെയ്ത പന്ത് പിന്നീട് തന്റെ ആക്രമണ മനോഭാവത്തിലേക്ക് മാറി ചിന്തിക്കുകയായിരുന്നു. പിച്ചിൽ നിന്ന് ബോളിന് ലഭിച്ച മൂവ്മെന്റുകൾ അവസാനിച്ചപ്പോൾ പന്ത് ശരിക്കും അപകടകാരിയായി മാറി. മത്സരത്തിൽ 88 ബോളുകളിൽ നിന്നായിരുന്നു പന്ത് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത്. ശേഷം 124 പന്തുകളിൽ നിന്ന് തന്റെ സെഞ്ചുറി പൂർത്തീകരിക്കാനും പന്തിന് സാധിച്ചു. ഇന്നിംഗ്സിൽ 128 ബോളുകൾ നേരിട്ട ഋഷഭ് പന്ത് 109 റൺസാണ് സ്വന്തമാക്കിയത്. 13 ബൗണ്ടറികളും 4 സിക്സറുകളും പന്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു. പന്തിനൊപ്പം ഗില്ലും മത്സരത്തിൽ ഒരു വെടിക്കെട്ട് സെഞ്ചുറി സ്വന്തമാക്കുകയുണ്ടായി. 176 പന്തുകൾ മത്സരത്തിൽ നേരിട്ട് 10 ബൗണ്ടറികളും 4 സിക്സറുകളും അടക്കം 119 റൺസാണ് ഗിൽ നേടിയത്. ഇരുവരുടെയും ബാറ്റിംഗിന്റെ മികവിലാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ശക്തമായൊരു സ്കോറിലെത്തിയത്. 4 വിക്കറ്റുകളുടെ നഷ്ടത്തിൽ 287 റൺസ് സ്വന്തമാക്കിയ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയാണുണ്ടായത്. ഇതോടെ 515 റൺസ് എന്ന വലിയ വിജയലക്ഷ്യം ബംഗ്ലാദേശിന് മുൻപിലേക്ക് വയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ബംഗ്ലാദേശ് 3ാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസാണ് നേടിയിട്ടുള്ളത്. ബംഗ്ലാദേശിന് മത്സരത്തിൽ വിജയം സ്വന്തമാക്കണമെങ്കിൽ ഇനിയും 357 റൺസ് കൂടി നേടേണ്ടതുണ്ട്. മറുവശത്ത് ഇന്ത്യയെ സംബന്ധിച്ച് 6 വിക്കറ്റുകൾ സ്വന്തമാക്കിയാൽ മത്സരത്തിൽ വിജയം നേടാൻ സാധിക്കും.